മലയാളിയുടെ വീടുകളിൽ പൂവിളിയുടെ ശീലുകൾ ഉയരാൻ മണിക്കൂറുകൾ ബാക്കി. ഗൃഹാതുരതയുടെ ഓർമ്മകൾ ഉണർത്തി വീണ്ടും ഒരു ഓണക്കാലം. അത്തം ശനിയാഴ്ച. മലയാളികൾക്ക് പൂക്കളമിടാൻ പൂവുകൾ ഇത്തവണയും തമിഴ്നാട്ടിൽ നിന്ന് തന്നെ. മലയാളിയുടെ മനസ്സിൽ ഓർമ്മകളുടെയും ഗൃഹാതുരതയുടെയും തുമ്പപ്പൂക്കൾ വിരിയിച്ചുകൊണ്ട് വീണ്ടും ഒരു ഓണക്കാലം. ഇനി അത്തം നാൾ മുതൽ 10 ദിവസം പൂക്കളമൊരുക്കി മഹാബലി തിരുമേനിയെ വരവേൽക്കാനുള്ള കാത്തിരിപ്പ്. പഴമക്കാർ പറയും പോലെ ഓണം ഓർമ്മകളുടെ ഉത്സവമാണ്. ഇത്തവണ അത്തംനാൾ തുടങ്ങുന്നത് കർക്കിടക മാസത്തിലാണെന്ന വ്യത്യാസം മാത്രമേയുള്ളൂ. ആഘോഷങ്ങൾക്ക് ജാതി വിവേചനമില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾ ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിന് പ്രാധാന്യമറിയിക്കുന്നത് പൂവുകൾ തന്നെ. അതുകൊണ്ട് തന്നെ വിപണികളിൽ പൂക്കളുടെ ഉത്സവമാണ്. വിവിധ തരത്തിലും വ്യത്യസ്ത നിറങ്ങളിലുമുള്ള പൂവുകളാണ് മലയാളിയുടെ തിരുമുറ്റത്ത് വിടരാനായി നിൽക്കുന്നത്. ചെട്ടിയും ജമന്തിയും അരളിയും മല്ലികയും തുടങ്ങി 15ഓളം ഇനങ്ങൾ. എല്ലാ വിപണിയിലെയും പോലെ പൂവുകൾക്കും വിലവർദ്ധനവ് അല്പസ്വല്പം ബാധിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് വെള്ള ജമന്തിക്കാണ്. കിലോയ്ക്ക് 120 രൂപയാണ് ഇപ്പോൾ വെള്ള ജമന്തിയുടെ വില. പൂവുകൾക്ക് വില കൂടുന്നതിൽ അത്ഭുതപ്പെടാനില്ലെന്നും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിലയിൽ വലിയ മാറ്റമില്ലെന്നും പൂക്കച്ചവടക്കാരനായ സെന്തിൽ പറയുന്നു. വരൾച്ചയാണ് കർണാടക സ്റ്റേറ്റിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം. ഇത് 2 വിളവെടുപ്പ് പോലെയാണ് ഈ സാധനം എടുക്കല്. ഈ വെള്ള ജമന്തി മഞ്ഞ ജമന്തി അത് ഓരോ സീസൺ അനുസരിച്ച്. ഈ പ്രാവശ്യം വെച്ചപ്പോ ചതുർത്ഥി ഇപ്പോ ബാക്കിലേ വരണം, ഓണം മുന്നിലേ വരുന്നത്. ബാംഗ്ലൂർ, മൈസൂർ, ഡിണ്ടിഗൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂവുകൾ കേരളത്തിലേക്ക് എത്തുന്നത്. കോഴിക്കോട് തളി ക്ഷേത്രത്തിനടുത്താണ് പൂവിപണിയുടെ കേന്ദ്രം. മല്ലികപ്പൂവിന് കിലോയ്ക്ക് 50 രൂപയാണ് വില. മഞ്ഞ ജമന്തിക്ക് 70 രൂപ, ചെട്ടിക്ക് 30ഉം അരളിക്ക് 100ഉം മഞ്ഞച്ചെട്ടിക്ക് 70ഉം രൂപയാണ് വില. അരളി 100, മഞ്ഞച്ചെട്ടി 70, ഓറഞ്ച് ചെട്ടി 25 എന്നിങ്ങനെ പോകുന്നു പൂവിന്റെ വിലകൾ. വിലക്കയറ്റത്തിനിടയിലും ആഘോഷങ്ങൾക്ക് മലയാളികൾക്കിടയിൽ പഞ്ഞമില്ലാത്തതുകൊണ്ട് വരും നാളുകളിൽ പൂവിപണി ഉഷാറാവും എന്നാണ് കച്ചവടക്കാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.